ഇന്നുവരെയും തന്നെ ഓർത്ത് വിഷമിച്ചിരുന്ന തന്റെ അമ്മ മാത്രമാണ്. എന്നാൽ ഇന്ന് തനിക്ക് തന്റെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടായതുപോലെ തനിക്കും വന്നിരിക്കുന്നു തന്നെ ഓർത്ത് കരയാൻ ഒരു പെണ്ണ്. അധികമൊന്നും ശരീരം അനങ്ങാൻ അവൾ അവൻ അനുവദിച്ചിരുന്നില്ല. ഓനത് കയ്യിൽ മുറിവുള്ള കൊണ്ട് ഭക്ഷണം പോലും അവൾ മുറിയിലേക്ക് കൊണ്ടുവന്ന് അവന് വാരി വായിൽ വെച്ച് കൊടുത്തത്. മരുന്ന് കഴിച്ച് ഉറങ്ങാൻ കിടന്നവനിൽ ഇഞ്ചക്ഷൻ എഫക്റ്റ് വിട്ടതും വേദനയും ഞരക്കവും മൂളലും അനുഭവപ്പെടുന്നു. അവന് വേദനയോടെ നോക്കി നിന്നു. ഒരു വേള അവന്റെ അരികിലായി ഉറങ്ങാതെ കാവലിരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അവന്റെ ദിവസങ്ങൾ കഴിയും തോറും അവന്റെ മുറികൾ കരിഞ്ഞു തുടങ്ങിയിരുന്നു. ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന അവന്റെ മുഖത്ത് മുഷിപ്പ് അവൾ കണ്ടുകൊണ്ടേയിരുന്നു. ഫോണിൽ തോണി ലാപ്ടോപ്പിൽ പഴഞ്ഞു സിനിമകൾ കണ്ട് അവൻ സമയം തള്ളി നീക്കിയിരുന്നു. ഹോസ്പിറ്റലിൽ പോവേണ്ട ദിവസങ്ങളിൽ ആനന്ദായിരുന്നു അവനെ കൊണ്ടുപോകുന്നത്. മുറിവുണങ്ങി തുടങ്ങിയെങ്കിലും സ്റ്റിച്ച് എടുക്കേണ്ടതിനാൽ ബാത്റൂമിലെ കുളി അവന് ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയും ദിവസം ശരീരത്തിൽ മുറിവുള്ളതിനാൽ വെള്ളമൊഴിക്കാതെ ശരീരത്തിൽ തുടച്ച് വൃത്തിയാക്കിയാണ് പതിവ്. അതും താൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. തന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അവളെ കൊണ്ട് ചെയ്യിക്കാൻ അവൻ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് കുളിക്കണമെന്ന് അവളോട് ആവശ്യപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവളെ അവൻ കണ്ടു. ബാത്റൂമിൽ കയറിയ നേരം ടവലുമായി വന്നവളെ അവൻ നോക്കിയിട്ട് ചോദിച്ചു, എന്നൊന്ന് സഹായിക്കുമോ എന്ന ചെറിയ മോളിലൂടെ അവൾ മറുപടി നൽകിക്കൊണ്ട് ബാത്റൂമിലേക്ക് അവന്റെ ഒപ്പം കയറി. അവൻ ബാത്റൂം ഡോർ അടക്കുമ്പോഴും അവളുടെ ഉള്ളിൽ നെഞ്ചിരിപ്പ് ഏറിയിരുന്നു. അവന്റെ കുളിക്കായി അവിടെ ഒരു ചെറിയ ചെയർ സെറ്റ് ചെയ്തിരുന്നു. അതിലേക്ക് അവൻ ഇരുന്നപ്പോൾ അവന്റെ ഷർട്ടുകൾ അഴിക്കാൻ തുടങ്ങിയവൾ ഷർട്ട് മാറ്റിയവൾ കണ്ടു. ഉരുണ്ട് കയറിയ മസിലുകളും വലിഞ്ഞു മുറിയ ഞരമ്പുകളും. ആദ്യമായി അതിലുപരി അത്ഭുതത്തോടെയായിരുന്നു അവൾ നോക്കിക്കണ്ടത്. ദേഹത്തേക്ക് മുറിവിൽ തട്ടാതെ വെള്ളമൊഴിക്കുമ്പോഴും സോപ്പ് തേക്കുമ്പോഴും അവൾ മറ്റൊന്നും ചിന്തിക്കാതെ നിന്നു. അതേ അവസ്ഥ തന്നെയായിരുന്നു അവനിലും. അഥവാ താൻ ചിന്തിച്ചു പോയാൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അവന്. അവൾ വളരെ പതിയായിരുന്നു അവനെ തലതൂർത്തി കൊടുത്ത്. തലതൂർത്തുന്ന അവളുടെ കൈകളുടെ പ്രവൃത്തിയിൽ ഇട്ടിരുന്ന ബനിയൻ മുകളിലേക്ക് സ്ഥാനം മാറിയപ്പോൾ കണ്ടു സ്വർണ്ണ രോമരാജികളോടുകൂടി കാണപ്പെട്ട ആഴത്തിലുള്ള നാഭിച്ചുഴി. കണ്ണുകളെ നിയന്ത്രിച്ചുകൊണ്ട് മറ്റെങ്കോ നോട്ടം വായിച്ചവൻ. എങ്കിലും അവിടെയൊന്നും നുള്ളാൻ മറന്നില്ല അവൻ. ഒരു പരവേശത്തോടെ അവൻ ചെയ്ത പ്രവൃത്തി അവളിൽ വികാരങ്ങൾ ഉണർത്തി. ഒന്ന് എഴുന്നേറ്റുകൊണ്ട് അവളോടായി അവൻ പറഞ്ഞു, അമ്മയോട് കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെനിക്ക് നിന്റെ സമ്മതം കൂടി വേണം. അമ്മയോട് ചോദിച്ചു മനസ്സിലാക്കി സമ്മതം അറിയിക്കുക. ഈ മുറിവ് കരിഞ്ഞ യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാ. എന്നാൽ ഒന്നും മനസ്സിലാവാത്ത പോലെ അവൾ അവനെ നോക്കി നിന്നു. പകച്ചു നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു, മേഡം ഒന്ന് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഡ്രസ്സ് മാറായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. നന്ദു പറഞ്ഞതിന്റെ പൊരുളെന്താണെന്നറിയാൻ അവൾ ദേവകിയമ്മയുടെ അടുക്കിലേക്ക് ഓടി. ദേവകിയമ്മയുടെ വായിൽ നിന്ന് കേട്ട വാർത്ത സന്തോഷത്താൽ അവളുടെ മനസ്സ് തുള്ളിക്കളിച്ചു. എന്നാൽ അത് പുറത്ത് കാണിക്കാതെ അവൾ അകത്തേക്ക് തന്നെ മടങ്ങിയിരുന്നു. തന്റെ മുറിവിൽ നിന്ന് അവസാനത്തെ സ്റ്റിച്ച് മൂരിയെടുത്തപ്പോൾ അവന് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. ഒരാഴ്ച പറഞ്ഞിരുന്ന ലീവ് 3 ആഴ്ചക്ക് മുകളിലായി. എങ്കിലും താൻ അനുവിന്റെ അടുത്തായി ചെലവഴിച്ച സമയങ്ങൾ അവന് അനുഭൂതിയുള്ള ഓർമ്മകളിലേക്ക് കൊണ്ടെത്തിച്ചു. പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്നവൻ അനുവിനോട് തന്റെ ചോദ്യത്തിന് മറുപടി തിരക്കി. കാവിലെ പൂരം കഴിഞ്ഞു വരുമ്പോൾ മറുപടി തരാമെന്ന് പറഞ്ഞ് അവളന്ന് ഒഴിഞ്ഞു. അവനതിനായി കാത്തിരുന്നു. തന്നിലെ പ്രണയവും ആവേശവും അവളിൽ നിറയ്ക്കുന്നതിനായി. നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ദേവകിയമ്മ പൂരത്തിനും പോയിരുന്നില്ല. എന്നാൽ നന്ദുവാനും പോയി തിരികെ വരുന്ന സമയത്താണ് വയൽ വഴിയോരത്ത് കാറ്റ് ശക്തമായി വീശിയതും മഴ പേമാരിയായി ചൊരിഞ്ഞതും. അടിമുടി നിറഞ്ഞ ഇരുവരും പാടവരമ്പിലൂടെ കൈകോർത്തി പിടിച്ച് വീട് ലക്ഷ്യമാക്കി നടന്നു. നന്ദുവിനെ തന്റെ പ്രണയം അവൾ അറിയിക്കാൻ ധൃതിയായി. നനഞ്ഞ തുണി മാറി ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നവൾ കാണുന്നത് പ്രണയപരവശനായിരിക്കുന്ന നന്ദുവിനെയാണ്. എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ചു തീർത്ത് കൈയും കഴുകിയ ആലോചനയിൽ മുറിയുടെ പുറത്ത് അവൾ സമയം തള്ളി നീക്കുമ്പോൾ ഒരു ബലിഷ്ഠമായ കൈ അവളെ ചുറ്റി വരിഞ്ഞകത്തേക്ക് കയറ്റിയിരുന്നു. അവന്റെ ചൂട് നിശ്വാസം അവളുടെ കവിളിണയിലായി വന്ന് പതിച്ചുകൊണ്ടേയിരുന്നു. ആ നിശ്വാസത്തിന്റെ ചൂട് കൂടുതലായിരുന്നെന്ന് അവൾ അറിഞ്ഞു. ഒരു വേള ആ കട്ടിലേക്ക് അവളുടെ കണ്ണുകൾ പാറി വീണു. മുല്ലപ്പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്ന തങ്ങളുടെ ബെഡ്. അത് കണ്ടതും അതിശയത്തോടെ അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളിലേക്ക് തെന്നിമാറിയിരുന്നു. താൻ പറയാതെ തന്നെ തന്റെ മറുപടി അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. നാണത്താൽ ചുമന്നു പോയവൾ പുറംതിരിഞ്ഞു നിന്നവന് അഭിമുഖമായി തന്നെ നിന്നു അവൾ. ആ സമയം ആ കൊച്ചുപണിനെ നോക്കി കാണുകയായിരുന്നു അവൻ. അവളുടെ കണ്ണുകളിൽ നിന്നും തെന്നിമാറി അവന്റെ കണ്ണുകൾ ചെന്ന് നിന്നത് അവളുടെ പഴയ ചുണ്ടുകളിലായിരുന്നു. ഒന്നാഞ്ഞ് നിശ്വസിച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ മുത്തി ചുവപ്പിച്ചു. അവളുടെ ഇരിതളുകളും മാറി മാറി നുണഞ്ഞു. കൽക്കണ്ട രുചി അറിഞ്ഞതും ഇരുവരും അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. കാറ്റുപോലും കടക്കാൻ പറ്റാത്ത രീതിയിൽ ഇരുവരും കെട്ടിപ്പിടന്നു ചുംബിച്ചുകൊണ്ടേയിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അങ്ങ് മൂർത്തിന്റെ അവസ്ഥയിലെത്തിയതും അവൾക്ക് ശ്വാസമെടുക്കാനുള്ള സമയം കൊടുത്തിരുന്നവൻ ഇരുവരുടെയും കൈകൾ ഇരു ശരീരത്തിലും ഓടി തുടങ്ങിയിരുന്നു. തന്റെ ചുംബന പരവേശത്തിൽ തളർന്നുപോയ പെണ്ണിനെ അവൻ മൃദുലമായി തന്നെ ബെഡിലേക്ക് ചായ്ച്ചു കിടത്തി. അവന്റെ സാമീപ്യത്തിൽ തരളിതയായി കിടന്ന പെണ്ണ് ഒരു ദേവകന്യാണെന്ന് പോലും അവന് തോന്നിപ്പോയി. അവളെ തീവ്രമായി ഒന്ന് നോയിക്കൊണ്ട് അവൻ തന്റെ ഷർട്ട് ഊരി ബെഡിന് താഴേക്കായി എറിഞ്ഞു. അവളെ ആവേശത്തോടെ മുത്തിപ്പുണർന്നുകൊണ്ടിരിക്കുന്നവനെ തിരിച്ചു അവൾ പുണർന്നുകൊണ്ടിരുന്നു. തനിക്ക് ഇരുവശവും കൈകുത്തി നിൽക്കുന്ന വന്യതയേറിയ പുരുഷനെ കാണാതെ കണ്ടു.
സ്നേഹം പ്രണയത്തിലേക്കും പ്രണയം കാമത്തിലേക്കും വഴിമാറിയ നിമിഷം അവൾ അവനിലേക്ക് അലിയാൻ തയ്യാറായി കിടന്നു. എന്നാൽ അവൻ തനിക്ക് മുമ്പിൽ കിടക്കുന്ന ദേവീ ശില്പം പോലത്തെ ആ കൊച്ചുപണിനെ നോക്കി കാണുകയായിരുന്നു. പ്രായത്തിൽ കുറവാണെങ്കിലും വളർച്ചയിൽ പൂർണ്ണതയെത്തിയവളാണ്. തന്നിലെ തന്നെ വന്യമായി താങ്ങാൻ ഇവൾക്ക് ശേഷിയുണ്ടോ എന്ന് പോലും അവനൊരു നിമിഷം ആലോചിച്ചു പോയി. അവളുടെ ചുണ്ടുകളിൽ നിലയുറപ്പിച്ചിരുന്ന തന്റെ കണ്ണുകൾ അവളുടെ തൊണ്ടക്കുഴിയും കഴിഞ്ഞ് മാറിലേക്ക് പോയിരുന്നു. വേദന പടർത്തി അവളുടെ എങ്കിലും ഒഴുകിയിറങ്ങിയ കണ്ണീരും അവനൊരു നിമിഷം അതിൽ നിന്നും തടയപ്പെട്ടു. എന്നാൽ അതിനെ സമ്മതിക്കാതെ അവൾ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. കടിഞ്ഞാണിടാത്ത അശ്വത്തെ പോലെ അവൻ അവളുടെ പുൽമേടുകൾ കുതിച്ചു മുന്നേറിക്കൊണ്ടിരുന്നു. അവന്റെ പ്രവൃത്തി പൂർണ്ണതയിലെത്തി. അവളുടെ മാറിലേക്ക് തളർന്നു വീഴുമ്പോൾ അവളുടെ കൈകൾ അവനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. താൻ കാത്തു സൂക്ഷിച്ച പെൺമയിൽ അവൾ അഭിമാനം കൊണ്ടു. ആദ്യമായി അറിഞ്ഞ അനുഭൂതിയിൽ അവരിരുവരും കെട്ടിപ്പുണർന്നതിന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. ആദ്യം കണ്ണുകൾ ചിമ്മി തുറന്ന അനുവായിരുന്നു. അവളുടെ കണ്ണുകൾ നേരെ പോയത് ക്ലോക്കിലേക്കായിരുന്നു. പതിവുകളും ദിനചര്യവും സമയവും തെറ്റിയിരിക്കുന്നു. തന്നിലെ പെണ്ണിന് അവനിലേക്ക് പകർന്ന ആ നിമിഷമോർത്തവൾ ഒന്നുകൂടി കുളിരണിഞ്ഞു. പെട്ടെന്നായിരുന്നു തന്നെ ചുറ്റി വരിഞ്ഞിരുന്ന കൈകൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വിരലിൽ തന്റെ പേര് കുത്തിയ മോതിരം അവൾ ആസ്വദിച്ച് കണ്ടുകൊണ്ടേയിരുന്നു. ആസ്വാദന വേളയിലും അവൾ അറിഞ്ഞു ആ കൈകളുടെ മുറുക്കം കൂടി വരുന്നു. ആ കൈകളുടെ പിടിയാഴ്ച എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴും കാരിരുമ്പ് പോലെ വലയം ചെയ്യപ്പെട്ടിരുന്ന തന്റെ ഇടുപ്പിൽ അകന്നു മാറാൻ ശരീരം പറയുമ്പോഴും ബുദ്ധി അവനെ വിലക്കിക്കൊണ്ടിരുന്നു. എങ്കിലും പതിയെ അവന്റെ ചെവിയിലായി അവൾ പറഞ്ഞു, എടോ കള്ള പോലീസേ, സമയം എത്രയെന്ന് വിചാരം, ഡ്യൂട്ടിക്ക് പോകണ്ടേ, എഴുന്നേക്ക്. അവന് പറഞ്ഞ് അവൻ അവളുടെ ചെവിയിൽ അടക്കം പറഞ്ഞു, അടങ്ങിക്കിടക്കടി, ഞാനിന്ന് ലീവ് എടുത്തു, എനിക്ക് വയ്യ. അതെ, ഇന്നലത്തെ പെർഫോമൻസ് പോരാ, കുറച്ചുകൂടെ ശരിയാവാനുണ്ട്. സംഗതി ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. നിനക്കാണെങ്കിൽ ഒരു താളവുമില്ല. വരട്ടെ, ശരിയാക്കാം. എല്ലാവരും ഓളത്തില് പാട്ട് പാടുന്ന പോലെ വേണം. നന്ദുവിന്റെ പറച്ചിൽ കേട്ട് കിളിപോയാനും ചോദിച്ചു, പാട്ടോ അതോ സംഗീത കച്ചേരിയോ? പക്ഷെ ഞാനിങ്ങനെ കണ്ട ബ്രേക്ക് ഡാൻസ് ആണല്ലോ, മുക്കാല. ഇതുവരെ കേൾക്കാതെ അവിടെ വായിൽ നിന്ന് കേട്ടപ്പോൾ അവനൊന്ന് തലപൊക്കി അനുവിനെ നോക്കി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആണോ? എന്നാൽ ഇന്ന് ബ്രേക്ക് ഡാൻസ് വേണ്ട, മൂടി അഴിച്ചാട്ടം മതി, അതാ ബെസ്റ്റ്. വൃത്തിയിട്ട പോലീസാണ് പോലും, പോലീസ് വാഷണത്രേ വായിന്ന് വരും. ഇങ്ങനക്കാരാ IPS കൊടുത്ത് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ പോയവളെ പിടിച്ച് അവിടെ തന്നെ കിടത്തി നന്ദു. എന്തേ കാണിക്കുന്നത്? അപ്പിയമ്മ എന്ത് വിചാരിക്കും? നിങ്ങൾ ലീവ് എടുത്ത്, എനിക്ക് അടുക്കളയിൽ ലീവ് ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റപ്പോഴായിരുന്നു അവൾക്ക് അബദ്ധം മനസ്സിലായത്. നൂൽബന്ധമില്ലാതെ പുതപ്പിനടിയിൽ ഇരിക്കുന്നവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിമിഷത്തെ പഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്ന നന്ദു ഒരക്ഷരം മിണ്ടാതെ തന്നെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. ഒന്ന് കണ്ണടയ്ക്കുമോ എന്ന് ദയനീയമായി ചോദിക്കുന്നവളുടെ മുഖം കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താടി നാളെ വന്നോ? ഇനി ഞാൻ കാണാത്തോ അറിയാത്തോ രുചിക്കാത്തതായിട്ടുള്ള ഒന്നുമില്ലല്ലോ ഇതില്, പിന്നെ എന്തിനാണ് ഇത്ര ജാളിയതാ? അയ്യേ, എന്തൊരു മനുഷ്യന്, പ്ലീസ് നടക്കൂന്നേ. അവളുടെ ദയനീയ ഭാവം കണ്ട് അവനവൾ പറയുന്ന പോലെ കണ്ണടച്ച് കിടന്നു. ആ സമയം മുതലാക്കിയ പോലെ പുതപ്പുകൾ മാറ്റി താഴെ കിടന്ന തന്റെ വസ്ത്രങ്ങളും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് ഓടി. കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും നന്ദു ഉറക്കത്തിൽ തന്നെയായിരുന്നു. അവനെ നോയിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി. നിറഞ്ഞ ചിരിയുമായി പടികളിറങ്ങി വരുന്ന അനുവിനെ കണ്ടതും ദേവകിയമ്മയുടെ മനസ്സൊന്ന് കുളിർത്തു. അടുക്കളയിലേക്ക് വിളിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് ചായ ഒഴിച്ച് കയ്യിലേക്ക് കൊടുത്തു. ചായ വാങ്ങി മുത്തി കുടിക്കുന്നവളെ ദേവകിയമ്മ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. ചുവന്ന് തുടുത്തിട്ടുണ്ട് പെണ്ണ്. അവൾ ചായ കുടിക്കുന്ന സമയത്ത് നന്ദുവും കുളിച്ച് ഫ്രഷായി താഴേക്ക് വന്നിരുന്നു. നന്ദുവിനുള്ള ചായയും ദേവകിയമ്മ തന്നെയാണ് ഒഴിച്ചു കൊടുത്ത്. എന്നിട്ട് അവളെയും പിടിച്ച് ഡൈനിങ് സെക്ഷനിൽ അവനരിയിലായി വന്നിരുന്നു. ഇരുവരുടെയും മുമ്പിലേക്ക് പ്ലേറ്റുകൾ നിരത്തി ചൂട് ദോശയും ആവി വറക്കുന്ന സാമ്പാർ ഒഴിച്ചു കൊടുത്ത് ദേവകിയമ്മ. വിശന്നിരിക്കുന്ന അനുവിന് മുമ്പിൽ ഇഷ്ടഭക്ഷണം കിട്ടിയപ്പോൾ പിന്നീട് അവളൊന്നും നോക്കിയില്ല. കൊതിയോടെ ഒരു കഷ്ണം ദോശ സാമ്പാറിൽ മുക്കി വായിലേക്ക് വെച്ചത് ഒന്ന് എരിവൊലിച്ച് ഒരുമിച്ചായിരുന്നു. കാര്യം മനസ്സിലായ നന്ദു മനസ്സിൽ പറഞ്ഞു, ദൈവമേ, എന്റെ ചീട്ട് കീറി. അവള് വലിച്ചു കീറി. ഓടി വന്ന് അവളുടെ ചുണ്ടു പിടിച്ച് നോക്കിയപ്പോൾ കണ്ടു നന്ദുവിന്റെ പല്ലിന്റെ പാട്. ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ അവരൊന്നും പറയാതെ ഉമ്മറത്തേക്ക് പോയി. ഇത് കണ്ട നന്ദുവിന് തൊലിരിഞ്ഞ അവസ്ഥയായിരുന്നു. ഇതൊന്നും അറിയാതെ വിശപ്പ് മൂന്ന് സാമ്പാറിൽ ദോശ മുക്കി നക്കുന്നവൾ അവനെ നോക്കി കണ്ടു. വിശപ്പ് കാണും, കൊച്ചു പെണ്ണല്ലേ. താൻ ഇന്നലെ അത്രമേൽ വാശം കെടുത്തിട്ടുണ്ട് അവളെ. അവളെ കാണുമ്പോൾ ഇഷ്ടവും പ്രണയവും മാത്രമല്ല, വാത്സല്യവും നിറയാറുണ്ട്. അവളെ നോക്കി ആലോചിച്ചിരിക്കുന്നതിന്റെ മുന്നിലേക്ക് ഒരു കൈവന്ന് നിന്നപ്പോഴാണ് അവൻ ചിന്തയിൽ നിന്നുണർന്നത്. ദോശ സാമ്പാറിൽ മുക്കി അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തവൾ. അത് രുചിച്ചതും അവനിലൊരു ഉണർവുണ്ടായി. താൻ പിച്ചി കഴിച്ചപ്പോഴുള്ള രുചിയിൽ അവളുടെ കൈ കൊണ്ടെടുത്ത് വായിലേക്ക് വെച്ച് തന്നപ്പോൾ അമൃത് കഴിച്ച പോലെയെന്ന് തോന്നിപ്പോയവന്. അങ്ങനെ രണ്ടുപേരും കഴിപ്പിച്ചു കൊടുത്തു. ആ സമയം സന്തോഷവേളയാക്കി മാറ്റിയിരുന്നു. അന്നത്തെ ദിവസം അവൻ തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് അമ്മയോട് അവളോടും കൂടി അന്നത്തെ ദിവസം സന്തോഷകരമായി തന്നെ ചെലവഴിച്ചു. ഉച്ചയൂൺ കഴിഞ്ഞ് ഉമ്മറപ്പടിയിൽ ചെലവഴിച്ചുകൊണ്ടിരുന്നവർക്ക് ഒരു ഓഫർ കൊടുത്തു അവൻ. ഇന്ന് ഞാൻ ഫ്രീ ആയതുകൊണ്ട് നമുക്കൊന്ന് പുറത്തു പോവാം, വേഗം പോയി എനിക്കോളൂ, അമ്മയും മകളും.
കേട്ട വാർത്ത സത്യമാണെന്നറിയാൻ വേണ്ടി ദേവകിയമ്മ ടെക്നിക്ക് പ്രയോഗിച്ചു. അതും അനുവിന്റെ ദേഹത്തായിരുന്നു ഉള്ളുകൊടുത്ത്. അവളുടെ എന്നുള്ള നീട്ടിവിളി നടക്കുന്ന സത്യം തന്നെയാണെന്ന് ഇരുവർക്കും മനസ്സിലായി. സന്തോഷത്തോടെ തന്നെ അവരിരുവരും മുറിയിലേക്ക് പോയി. അന്ന് ആദ്യമായി നന്ദു പറഞ്ഞു സ്ത്രീകളുടെ ഒരുക്കത്തിന് ദൈർഘ്യം കൂടുതലാണെന്ന്. 3 മണിക്ക് ഒരുങ്ങാൻ കയറിയ സ്ത്രീജനങ്ങൾ 4 മണിയോടെ പുറത്തിറങ്ങിയേണ്ട നന്ദു പകച്ച് പണ്ടാരടങ്ങിയിരുന്നു. മൂവരും ഒരുമിച്ചാണ് യാത്ര തിരിച്ചത്. ഒരു സിനിമ കാണുന്നതിന് വേണ്ടിയായിരുന്നു. അതിനുശേഷം ബീച്ചിലേക്കായിരുന്നു പിന്നീട് അവരുടെ യാത്ര. മൂവരും കൈകുരുത്തി പിടിച്ച ആ പഞ്ചാരമണിൽ കാലുകൾ പൂഴ്ത്തി അങ്ങനെ നടക്കുമ്പോൾ മനസ്സ് ശാന്തമായിരുന്നു. കടലിലെ തിരമാലകൾ മൂവരുടെയും കാലുകൾ വന്ന് തഴുകി തലോടി ഓളം തല്ലി തിരിച്ചിറങ്ങി പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നുരഞ്ഞു പൊങ്ങിയിരുന്നു നന്ദുവിന്റെ മനസ്സിൽ. ഒരു കുഞ്ഞുകുട്ടിയെ പോലെ തിരമാലകളിൽ കാലുകൾ പൂഴ്ത്തി കളിക്കുന്ന അനുവിനെ നോക്കി നിന്നു നന്ദുവും ആ അമ്മ മനസ്സും. പോക്കറ്റിലെ ഫോൺ റിംഗ് ചെയ്തപ്പോഴായിരുന്നു നന്ദു തിരിച്ച് തീരത്തേക്ക് വന്ന് ഒരു ചെയറിൽ സ്ഥാനമുറപ്പിച്ച് ഫോണിൽ സംസാരിച്ച് തുടങ്ങിയത്. ഫോൺ കട്ട് ചെയ്ത് അവൻ വീണ്ടും കടലിന്റെ തീരത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു തിരമാലകൾ കളിക്കുന്ന തന്റെ അമ്മയെയും തന്റെ പെണ്ണിനെയും. കൺകുളിർക്കെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയെ മറക്കും വിധമായിരുന്നു തന്റെ മുന്നിലായ ഒരു സ്ത്രീ രൂപം വന്ന് നിന്ന്. ആദ്യം ആ സ്ത്രീയെ തനിക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവൻ ഓർമ്മകളിൽ നിന്ന് അവളെ ചികഞ്ഞെടുത്തു. സ്നേഹ. ഓർമ്മയിലെത്തിയ പേര് പോലും വിളിക്കാതെ അവൻ അങ്ങനെ ഇരുന്നു, ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ.